ഹായ് കൂട്ടുകാരെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മാങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയത്. ഈ മാങ്ങാക്കറി ചോറിനും പുട്ടിനും ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാം വളരെ നല്ലതാണ്. ഈ കറി തയ്യാറാക്കാൻ ഒരു വലിയ മാങ്ങ ഇതേ വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. തീരെ ചെറിയ കഷ്ണങ്ങളാകണ്ട, ഇതേ വലിപ്പത്തിൽ അരിഞ്ഞെടുത്താൽ മതിയാകും. ഒരു ചട്ടി ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ കടുക് ഇടാം. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ 2 വറ്റൽ മുളകിടാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചാൽ മതി. ഒരു 1/4 സ്പൂൺ ഉലുവപ്പൊടി ഇടാം. ഒരു 2 പച്ചമുളക് അരിഞ്ഞത് ഇടാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമാങ്ങ ഇടാം. എന്നിട്ട് ഇത് കുറച്ച് സമയം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ പച്ചമാങ്ങ കറി നല്ല ടേസ്റ്റുള്ളതാണ്. ഇപ്പോൾ മാങ്ങയൊക്കെ ഉള്ളത് കൊണ്ട് ഇതേപോലെ കറി വെച്ചാൽ മതിയാകും. നല്ല ടേസ്റ്റാണ് ഇതിന്. കുറച്ച് സമയം ഇത് നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം. മാങ്ങ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 സ്പൂൺ കായപ്പൊടി ഇടാം. ഇനി 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇടാം. ഈ പൊടിയുടെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇടാം. 1/4 സ്പൂണാണ് ഞാനിതിലിട്ടത്. ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതിയാകും. പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളമൊഴിക്കാം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. മാങ്ങയുടെ മുകൾ ഭാഗം വരെ മതിയാകും വെള്ളം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. തുറന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മാങ്ങയൊക്കെ വെന്ത് വരുന്നുണ്ട്. കുറച്ചുകൂടി കുറുകി വരാനുണ്ട്. ഒരു 5 മിനിറ്റ് നേരം കൂടി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കാം ഒന്നുകൂടെ. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. ഉപ്പും പുളിയുമൊക്കെ കണക്ക് തന്നെ. നല്ല വിളഞ്ഞ മാങ്ങ ആയതുകൊണ്ട് പുളിപ്പും മധുരവും ഒക്കെ ഇതിനുണ്ട്. അതുകൊണ്ട് ഇനി ഇതിലേക്ക് ശർക്കരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം കൂടി നമുക്കിത് അടച്ചു വയ്ക്കാം. മാങ്ങാക്കറി വെന്തു കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഇനി വറ്റിക്കേണ്ട, ഇതേപോലെ ചാറ് വേണം കൂട്ടാനായിട്ട്. ഇത് ചോറിനും ദോശയ്ക്കും ചപ്പാത്തിക്കുമെല്ലാം കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.